ചീര കൊണ്ടൊരു ഒഴിച്ചുകറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ചീരയുടെ ഇളം തണ്ടും ഇലയും കൂടി മുറിച്ചെടുത്തത് 1 കപ്പ്, അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത് 1 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി അല്ലി 2 എണ്ണം, പച്ചമുളക് 1 എണ്ണം, കടുക് 1/2 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില, 2-3 വറ്റൽമുളക്, 2 പച്ചമുളക് നടുവേ പിളർന്നത്, മഞ്ഞൾപ്പൊടി മുളക് പൊടി 1/4 ടീസ്പൂൺ വീതം, പുളി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം ആവശ്യത്തിന്. നമുക്ക് ആദ്യം കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സ്റ്റൗവിൽ ഒരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിടാം. ഇതിലേക്കിനി കറിവേപ്പിലയും വറ്റൽമുളകും പച്ചമുളകും കൂടെ ഇടാം. ഇതിലേക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ചീര നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കാം. നേരത്തെ എടുത്തു വച്ചിരുന്ന പുളി കുറച്ച് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അരിച്ച് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ചീര ഒഴിച്ചുകറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.